ഹായ്, സ്മിത വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ജാമ്പയ്ക്ക അച്ചാർ വെച്ചാലോ? അതിനായി കുറച്ച് ജാമ്പയ്ക്ക എടുത്ത് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കുരുവും അതിൻ്റെ വേസ്റ്റെല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. എല്ലാം നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് വാഷ് ചെയ്തെടുക്കണം. അതിൻ്റെ പൊടിയും എല്ലാം കളഞ്ഞ് മണ്ണും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കെടുക്കാം. ഇനി നമുക്കത് ചേർക്കേണ്ടത് കുറച്ച് കായപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഈ കട്ട് ചെയ്തിരിക്കുന്ന ജാമ്പയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കുക. അത് ഒരു 2 മണിക്കൂർ ഉപ്പ് പിടിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്യാം. അതിൻ്റെ മസാലകൾ മിക്സ് ചെയ്യാം. കുരുമുളക് പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ജാമ്പയ്ക്ക ഇപ്പോൾ നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഈ മസാലയെല്ലാം ചേർത്തിട്ടുള്ളത്. അത് എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധം മിക്സ് ചെയ്തെടുക്കണം ഈ മസാലകളെല്ലാം. അതിനുശേഷം അതിന് ആവശ്യമായിട്ടുള്ള കറിക്ക് വേണ്ടി കുറച്ച് വെള്ളം ചേർത്താൽ മതി. കൂടുതൽ വേണ്ട, കുറച്ച് മതി. ആ ജാമ്പയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള അച്ചാറായിട്ട് നമുക്ക് ഉപയോഗിക്കാനാണ്. ഇനി അടുപ്പ് കത്തിച്ച് നമുക്ക് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 1/4 ടീസ്പൂൺ കടുകിടുക. അച്ചാറിന് നമ്മൾ വെളുത്തുള്ളി ഇടും, എങ്കിലേ അച്ചാർ നല്ല മണം കിട്ടുള്ളൂ. അതിനായി പകുതി വെളുത്തുള്ളി കട്ട് ചെയ്തിടുക. വെളുത്തുള്ളി നല്ല മൂത്ത് വരുമ്പോൾ നമുക്കത് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത ഈ ജാമ്പയ്ക്ക അച്ചാർ ചട്ടിയിലിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച ഉടനെ തന്നെ നമ്മളത് മിക്സ് ചെയ്യണം. അത് കൂടുതൽ വെന്ത് പോകരുത്. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളത് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കത് ഇറക്കാം. ഇനി നമുക്ക് നനവൊന്നുമില്ലാത്ത ഒരു ബൗളിലോട്ട് ഈ ജാമ്പയ്ക്ക അച്ചാർ മാറ്റാം. പെട്ടെന്ന് തന്നെ ആ ചൂടുള്ള ചട്ടിയിൽ നിന്ന് നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ ജാമ്പയ്ക്ക വെന്ത് പോകും. എല്ലാം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ജാമ്പയ്ക്ക അച്ചാർ റെഡി. ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം. സൂപ്പറാണ്. താങ്ക് യു.